ഹലോ ഗായ്സ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഈവനിങ് വ്ളോഗാണ്. ഞാൻ കുറച്ച് ദിവസമായി ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ ഫുഡ് ഐറ്റംസൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ച് ഞാൻ അമ്മയുടെ കയ്യിൽ അതിനെ കൊടുത്തിട്ട് ഞാൻ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലോട്ട് പോവുകയാണേ. അവിടെ പോയി അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു. അതിൻ്റെ ഫുഡ് ഐറ്റംസ് മാത്രമേ ഞാൻ വാങ്ങിക്കുന്നുള്ളൂ. അവൻ്റെ ഡേറ്റ്സും ഓയിലും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ തീർന്നിരിക്കുകയായിരുന്നു. അതൊക്കെ പെട്ടെന്ന് തന്നെ ഞാൻ എടുത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞു. അങ്ങനെ ഞാൻ ബില്ലിംഗ് സെക്ഷനിലോട്ട് പോവുകയാണ്. അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ എന്താ ഇറങ്ങി. ആദുനി അവിടെ എന്താണെന്ന് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ എല്ലാം ഫാസ്റ്റായിട്ട് തന്നെ ചെയ്തത്. ഇനി അവൻ കരഞ്ഞാലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഞാൻ ഇറങ്ങി. അങ്ങനെ എൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അത് ബില്ല് ചെയ്യാൻ കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് പരിപാടി കഴിഞ്ഞു. അങ്ങനെ ഇതൊക്കെ പാക്ക് ചെയ്ത് ഞാൻ വീട്ടിലോട്ടെത്തി. ഞാൻ വീട്ടിലോട്ട് എത്തിയപ്പോൾ തന്നെ അതും അമ്മയും റോഡിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. എന്നെ കണ്ടതും അവന് ഭയങ്കര സന്തോഷമായി. യാത്രയൊക്കെ ചെയ്യാൻ അതിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അവൻ ഈ വണ്ടി കണ്ടാൽ ഭയങ്കര സന്തോഷമാണ്. എപ്പോഴും വണ്ടിയിൽ കയറണമെന്നാണ്. അങ്ങനെ ആദുച്ചും അമ്മൂമ്മയും കൂടെ അവിടെ കളിച്ച് ചിരിച്ച് നിൽപ്പുണ്ട്. ആ തക്കത്തിന് ഞാൻ വാങ്ങിച്ച സാധനമായിട്ട് വീട്ടിലോട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ആദുച്ചിനെ ഞാൻ മേലൊക്കെ കുളിപ്പിച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവന് ഫുഡ് കൊടുക്കേണ്ട ടൈമായി. അങ്ങനെ 2 ക്യാരറ്റ് ഞാൻ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം പ്യൂരി ആക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ അതാണ് അതിന് ഞാൻ ഈവനിങ് കൊടുക്കുന്നത്. അങ്ങനെ അതവിടെ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനും അതും കൂടെ വെളിയിലിറങ്ങി. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കോവിലിൽ ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിറയെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് അതും ഇവിടെ കിടന്ന് കളിക്കുന്നത്. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ലൈറ്റൊക്കെ അതാ കത്തി. അപ്പം ഞാനും അതും കൂടെ ആ ലൈറ്റൊക്കെ നോക്കി അങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഈവനിങ് ആയി. അപ്പോൾ നമ്മൾ ചായ കുടിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നമ്മൾ കട്ടൻ ചായ ഇട്ടത് അമ്മയ്ക്ക് കൊണ്ട് പോവുകയാണ്. അമ്മയുടെ അടുത്ത് തന്നെ ആദുക്കുട്ടൻ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുഡ് ഞാൻ അവിടെ വച്ചിട്ടാണ് വന്നത്. അപ്പം അമ്മയുടെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കട്ടൻ കുടിച്ചിട്ട് അതിനെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചെന്ന് കട്ടൻ കുടിക്കാൻ പോയി. അങ്ങനെ കട്ടനൊക്കെ കുടിച്ച് നിന്നപ്പോഴാണ് ആദുവിൻ്റെ ക്യാരറ്റ് ഇതാ ഇവിടെ വെന്തിട്ടുണ്ട്. അങ്ങനെ അത് എടുത്ത് ആദുവിൻ്റെ പ്യൂരിയാക്കി ആദുവിന് ഞാൻ കൊടുക്കാൻ കൊണ്ടുപോവുകയാണ്. ആദു അവിടെ സൈഡിൽ ഇരുന്ന് തേയില വെള്ളം എന്താ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അവൻ ആ ഗ്ലാസ് ഇരിക്കണ കണ്ട് കരഞ്ഞുകൊണ്ട് അവന് പറ്റിക്കാൻ വേണ്ടി കുറച്ചെടുത്ത് അവൻ്റെ നാക്കിൽ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ എന്ത് ഗ്ലാസ്സിൽ കുടിച്ചാലും അവന് അപ്പം ആ ഗ്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും വേണം. അങ്ങനെ അമ്മ അവനെ പറ്റിക്കാൻ വേണ്ടി ഇതാ കുറച്ച് അവൻ്റെ വായിക്കകത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ അതിൻ്റെ ഫുഡൊക്കെ ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നു. ഇനി ഇത് കൊടുക്കണം, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇപ്പം അതും ഇങ്ങനെ വലുതായിട്ട് ഫുഡൊന്നും കഴിക്കാനില്ല. ഇപ്പോൾ ഫുള്ള് കളിയാണ്. അതുകൊണ്ട് എങ്ങനെയൊക്കെ ഞാൻ കൊടുത്തു. അങ്ങനെ ലൈറ്റൊക്കെ നോക്കി കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ പട്ടിക്കുട്ടി അവൻ കണ്ടത്. പട്ടിക്കുട്ടിയുടെ പേര് ടോട്ടു എന്നാണ്. ടോട്ടു അവിടെ കിടന്ന് ഭയങ്കര കുരയായിരുന്നു. അങ്ങനെ ടോട്ടുവിൻ്റെ അടുത്ത് അതിനെ കൊണ്ടുപോവുകയാണ്. ടോട്ടു ഭയങ്കര കളിയാണ് അവിടെ വെളിയിൽ കിടന്ന്. ആദ്യം ഇങ്ങനെ ടോട്ടുവിനെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതെന്താണ്, ബൊമ്മയാണോ എന്താണെന്ന് അവന് മനസ്സിലായില്ല. അങ്ങനെ കുറേ നേരം ആ പട്ടി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പയ്യെ ചിരിക്കാനൊക്കെ തുടങ്ങി. ആദ്യം ഇതുവരെയും ടോട്ടുവിനെ ഇത്ര അടുത്ത് വെച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇത്ര എക്സൈറ്റ്മെൻറ്റ്. നമ്മൾ അപ്പുറത്തിരുന്ന് കാണും, എന്നാലും ഇത്ര അടുത്ത് വെച്ച് അത് കണ്ടിട്ടില്ല. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ടോട്ടുമായിട്ട് അവിടെ നിന്നു. അത് ടോട്ടുവിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് അതൊരു ഫേവറേറ്റ് പാട്ട് ടി വിയിലിട്ട്. അങ്ങനെ അതും കേട്ട് അവൻ ഡാൻസ് കളിക്കുകയാണ്. അപ്പം ഗായ്സ്, ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വ്ളോഗുമായി കാണാം. ഓക്കെ, ബായ്.